ഹലോ വെൽക്കം ബാക്ക്. PSC റീസെൻ്റ് ആയിട്ട് വിളിച്ചിട്ടുള്ള ഒരു എക്സാം ആണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ. അത് കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലാണ്. അതായത് നമ്മുടെ സപ്ലൈകോ ഔട്ട്ലെറ്റ്സിലും കാര്യങ്ങളൊക്കെയാണ് ഈ സെയിൽസ്മാൻ ജോലി വരുന്നത്. കാറ്റഗറി നമ്പർ വരുന്നത് 527/2024 മാത്രമല്ല നമുക്കിത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജനുവരി 29. ഇത് SLC യോഗ്യതയുള്ള ഒരു എക്സാം ആണ്. മുന്നേ പ്രിലിംസും മെയിൻസും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ മെയിൻ എക്സാം മാത്രമേ ഉള്ളൂ. LDC എക്സാം ഒക്കെ കഴിഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് ഏകദേശം അതേ ഒരു സിലബസ് വരുന്ന ഈ ഒരു എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ലൊരു ചാൻസ് ആണ്. 10th ലെവൽ വരുന്ന ഈ ഒരു എക്സാം. മുന്നേയൊക്കെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് സ്പെഷ്യൽ ടോപ്പിക് വരുന്നുണ്ടായിരുന്നു. അതായത് ഈ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട സപ്ലൈകോയുമായി ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ. എന്നാൽ ഇത്തവണ സ്പെഷ്യൽ ടോപ്പിക്സ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊടുത്തിരുന്ന ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സാധാരണ നമ്മുടെ ബാക്കി ടോപ്പിക്സിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ സിലബസ് ഡൗൺലോഡ് ചെയ്യുക. സിലബസ് വന്നിട്ടുണ്ട്. സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കുക. പേര് പോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോസ്റ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ മാവേലി സ്റ്റോർ സപ്ലൈകോലൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, സാധനങ്ങൾ എടുത്തു കൊടുക്കാനും ബില്ല് ചെയ്യാനും അങ്ങനെയുള്ള ഒരുപാട് ഡ്യൂട്ടി ഉണ്ടാകും. അതിനനുസരിച്ചുള്ള നിങ്ങളുടെ സാലറിയും കൂടും കിട്ടും. അല്ലാണ്ട് ഓവർ വർക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് സാലറി കിട്ടില്ല അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ എക്സ്ട്രാ പണിയെടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സാലറി കിട്ടും. ഇപ്പോൾ കുറേ പേര് നെഗറ്റീവ് പറയുന്നുണ്ട്. കാരണം മുന്നേയുള്ള ലിസ്റ്റ് നാളെ എടുക്കുന്നില്ല. അത്യാവശ്യം ആവശ്യമുള്ള ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു എക്സാം എഴുതുക എന്നുള്ളത് നിങ്ങളുടെ എയിമാണ്. കാരണം നിങ്ങൾക്ക് ഒരു ജോലി വേണം. ഒറ്റൊരു ജോലിയെ നിങ്ങൾക്ക് വേണം. അപ്പോൾ കുറേ പേര് എടുക്കണം എന്നൊന്നും നമുക്ക് വാശിയെടുക്കാൻ പറ്റില്ല. മാക്സിമം ഓരോ എക്സാമും എഴുതുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് കിട്ടും എന്നുള്ളത് പ്രതീക്ഷ വെക്കുക. അങ്ങനെ എഴുതുക. ഓരോ എക്സാമിന് നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓരോ എക്സാം എഴുതാനായിട്ട് ഉണ്ടാവില്ല. PSC വിളിച്ചിട്ടുള്ള ഈ ഒരു എക്സാം വളരെ നല്ലൊരു ചാൻസ് ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ എന്തായാലും എഴുതണം. അത്യാവശ്യം നല്ലൊരു ജോലി തന്നെയാണ്. സാലറി ഒക്കെ വെച്ച് നോക്കിയാലും നല്ലത് തന്നെയാണ്. ഇപ്പൊ സാധാരണ മറ്റു ജോലികളാണെങ്കിൽ 10 to 5 ആണ് ജോബ് വരുന്നത്. എന്നാലും നമുക്ക് എക്സ്ട്രാ ടൈമൊക്കെ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അതിനനുസരിച്ച് നമുക്ക് സാലറി കൂടുതലൊന്നും കിട്ടില്ല. പക്ഷെ ഇതിലെന്ന് വെച്ചാൽ നിങ്ങൾ എക്സ്ട്രാ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ കലണ്ടർ അവധി കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചൊക്കെ മാറ്റം ഉണ്ടാകും കേട്ടോ. ആ സമയങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും. എന്നാലും നമ്മളിപ്പോൾ എക്സ്ട്രാ എമൗണ്ട് കിട്ടുകയാണെങ്കിൽ എക്സ്ട്രാ കുറച്ച് സമയം വർക്ക് ചെയ്യുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് കണ്ടെത്തുന്നവരോട് പറയുന്നത് വെച്ചാൽ ഒരു ജോലിയും ഇല്ലാണ്ട് വളരെ കഷ്ടപ്പെട്ട് നിൽക്കുന്നവർക്ക് എന്ന് വെച്ചാൽ ഏതൊരു ജോലി ആയാലും പെട്ടെന്ന് കയ്യിൽ വന്നു ചേരുന്നത് വളരെ വലിയൊരു ഭാഗ്യമാണ്. അവർക്ക് ഈ ഒരു നെഗറ്റീവ് കാര്യങ്ങളൊന്നും അവരെ ബോധർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്ര ചെറിയ എമൗണ്ട് ആയാൽ പോലും നമുക്കൊരു ജോലി ഉണ്ടാകുന്നത് വളരെ നല്ലൊരു സുരക്ഷിതത്വമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് ആൾക്കാരെ എന്തായാലും അകറ്റി നിർത്തുക. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ തന്നെ സെയിൽസ്മാൻ ജോലീൻ്റെ നെഗറ്റീവ്സ് ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് പോസിറ്റീവ് തോട്ട്സ് മാത്രം കൊണ്ടുവന്നിട്ട് പഠിക്കുക. ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ടെന്നറിയാം. PSCയിലേക്ക് ജസ്റ്റ് ഇറങ്ങി തിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് പോലും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടി ഞാൻ പ്രത്യേകം വേറെ തന്നെ ഒരു വീഡിയോ നെക്സ്റ്റ് അടുത്തായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ സിലബസ് ഒന്ന് നോക്കാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഉണ്ട്. അതിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണിത്. കാറ്റഗറി നമ്പർ 527/2024 ഇതിൽ ഫസ്റ്റ് പാർട്ട് പൊതുവിജ്ഞാനമാണ് വരുന്നത്. അതിൽ ചരിത്രത്തിന് 5 മാർക്കാണ്. ഭൂമിശാസ്ത്രം 5, ധനതത്വശാസ്ത്രം 5, ഇന്ത്യൻ ഭരണഘടന 5, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5, ജീവശാസ്ത്രവും പൊതു ആരോഗ്യവും 6 മാർക്കുണ്ട്. ഭൗതികശാസ്ത്രവും രസതന്ത്രവും 3 മാർക്കിനാണ്. കലാ കായികം സാഹിത്യമൊക്കെ 5 മാർക്കാണ്. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3, സുപ്രധാന നിയമങ്ങൾ 5 മാർക്കാണ്. രണ്ടാമത്തെ ഭാഗമായിട്ട് കറണ്ട് അഫയേഴ്സ് ആണ് വരുന്നത്. 20 മാർക്കുണ്ട്. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിക്ക് 10 മാർക്കുണ്ട്. പിന്നെ ഇംഗ്ലീഷ് 10, പ്രാദേശിക ഭാഷ അത് 10 മാർക്കാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ GK 50 മാർക്കിനാണ്. പിന്നെ കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി 10, ഇംഗ്ലീഷ് 10, മലയാളം 10. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു എക്സാമിന് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഈ ഡീറ്റെയിൽഡ് സിലബസ് എടുത്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. അനാവശ്യ കാര്യങ്ങൾ കുറേ വാരി വലിച്ച് പഠിക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിരിക്കും ഇതിൽ നിന്ന് നോക്കിയിട്ട് ഓരോ ടോപ്പിക്കും പഠിച്ച് പോകുന്നത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ചരിത്രം എന്ന് പറയുന്ന ഭാഗത്തിന് വെറും 5 മാർക്കേ വരുന്നുള്ളൂ. ഇതിനായിട്ട് പഠിക്കേണ്ടത് കേരള ചരിത്രം, ഇന്ത്യ ചരിത്രം, അതേപോലെ തന്നെ ലോക ചരിത്രമാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് കിട്ടുന്നത് 5 മാർക്കാണ്. അപ്പോൾ ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കുറേ മാർക്ക് കിട്ടുന്ന ഭാഗത്തുനിന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് വെറും 5 മാർക്ക് കിട്ടുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻസ് കുറച്ചിട്ട് കാണാം. ഒട്ടും പഠിക്കണ്ടെന്നല്ല, നമ്മളിപ്പോൾ ഓരോ സിലബസ് വെച്ച് ഒരു രീതിയിൽ പഠിച്ച് പോകാമെന്ന് എടുക്കുകയാണെങ്കിൽ ആദ്യം കേരള ചരിത്രം എടുക്കും.
അതാണെങ്കിൽ വെച്ചിരുന്ന് കുറേ സമയം കളയും. അപ്പോൾ ആ ഒരു കാര്യം ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിലബസിൻ്റെ ഓർഡറിൽ അതേപോലെ അരച്ച് കലക്കി കുടിച്ച് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു ടോപ്പിക്ക് മൊത്തത്തിലൊന്ന് നോക്കുക, അതിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റീസെൻ്റായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പഠിക്കുക. അടുത്ത ടോപ്പിക്കും ഇതേപോലെ തന്നെയാണ്, ഭൂമിശാസ്ത്രമാണ്. അതിൽ നമുക്ക് വേൾഡിൻ്റെ ജോഗ്രഫി, കേരളത്തിൻ്റെ, ഇന്ത്യയുടെ ജോഗ്രഫി പഠിക്കാനായിട്ടുണ്ട്. നമ്മൾ റാങ്ക് ഫയൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഹിസ്റ്ററിക്കും ജോഗ്രഫിക്കും വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അതിന് കിട്ടുന്ന മാർക്ക് വെറും 5 മാർക്കാണ്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് മാത്രം അതിന് സമയം ചിലവാക്കുന്നതിൽ നിങ്ങൾ കണ്ടെത്തുക. ഈ ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, SCRT ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്തത് ധനതത്വശാസ്ത്രമാണ്, അതായത് എക്കണോമിക്സ്. അതൊരു കുഞ്ഞ് പോർഷനാണ്, പക്ഷെ നിങ്ങൾ നോക്കിയായിട്ട് 5 മാർക്ക് ഉണ്ട് അതിന്. അതിൽ റീസെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. എക്കണോമിക്സിൽ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ, നിതി ആയോഗമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പണ്ട് നടന്നിട്ടുള്ള പഞ്ചവത്സര പദ്ധതികളുടെയും ഹരിത വിപ്ലവത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നോക്കുക. നെക്സ്റ്റ് വരുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന നമ്മൾ ഏതൊരു എക്സാമിന് എടുത്താലും വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പോർഷനാണ്. കാരണം ഇതിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് നോക്കിയിട്ട് അതിൽ പറയുന്ന ടോപ്പിക്സ് ഓരോന്നായിട്ട് പഠിച്ചിട്ട് പോവുക. റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് മസ്റ്റായിട്ട് നോക്കിയിട്ടുണ്ടായിരിക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് കൊടുത്തിട്ടുണ്ട്, അത് അധികവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറേ ആർട്ടിക്കിൾസ് ആണ്. പിന്നെ അതേപോലെ അമെൻമെൻറ്റ്സ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. അടുത്തത് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇതിപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, 5 മാർക്കാണ്. ഇതിലെ ഓരോ പോയിൻറ്റ്സും കുറച്ച് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. റീസെൻ്റായിട്ട് ഇതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും. ഇതിന് 6 മാർക്കാണ്. റാങ്ക് ഫയൽ ജസ്റ്റ് ഒന്ന് മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് കുറേ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് സാംക്രമിക രോഗങ്ങൾ ഇപ്പോൾ പടരുന്നതുകൊണ്ട് തന്നെ ആരോഗ്യക്ഷേമ രംഗത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു പാട്ടിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സ് ആണ്. ഇതിൽ നിന്ന് വെറും 3 മാർക്ക് മാത്രമേ ഉള്ളൂ. കുറേ പേര് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ടഫാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. റാങ്ക് ഫയൽ വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്സ് റെഫർ ചെയ്യുന്നത് വളരെയധികം ഉപകാരപ്പെടും. അത് വായിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്താൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഇതിൽ നിന്നൊക്കെ കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. അടുത്തത് കലാ, കായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്കിനാണ്. ഇതിൽ നിന്നൊക്കെ അവാർഡും കാര്യങ്ങളൊക്കെ കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രശസ്തരായ കലാകാരന്മാരുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ കാര്യങ്ങളാണ് ഇതിൽ ചോദിക്കുന്നത്. കായിക രംഗത്ത് കൂടുതലും റീസെൻ്റായിട്ട് നടക്കുന്ന സ്പോർട്സ് ഈവൻറ്റ്സും അതിൽ കൊടുത്ത അവാർഡും കാര്യങ്ങളും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒളിമ്പിക്സ് ഇതിൽ കൂടുതലും ചോദിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വേദികൾ, വിൻ്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് GKയും ചോദിക്കും. സാഹിത്യത്തിൽ പിന്നെ കുറച്ച് കൃതികളും എഴുത്തുകാരും അവാർഡും ഒക്കെ ചോദിക്കും. അടുത്തത് കമ്പ്യൂട്ടറാണ്, 3 മാർക്കിനേ ഉള്ളൂ. അതിന് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. എല്ലാ 10th ലെവൽ എക്സാംസിനുമുള്ള ബേസിക് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് എക്സാംസിനാണ് യൂസ്ഫുൾ ആകുന്നത്. അടുത്തത് 5 മാർക്കിന് സുപ്രധാന നിയമങ്ങളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ കൂടിയാണിത്. ഇതിലാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്, ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വുമൺ, പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ്സ് ഓഫ് ചിൽഡ്രൻ, അതായത് പോക്സോ ആക്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ആക്ട് വന്നതും അതിൻ്റെ ചെയർമാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചോദിക്കുക കൂടുതലും. കറണ്ട് അഫയേഴ്സ് ഇതിൽ 20 മാർക്കിനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നന്നായിട്ട് നോക്കേണ്ടി വരും. പിന്നെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിക്ക് ടോട്ടൽ 10 മാർക്കാണ്. മാത്സിന് 5, മെൻ്റൽ എബിലിറ്റി 5. അപ്പോൾ അധികം നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. മാത്സൊക്കെ 5 മാർക്കിനേ ഉള്ളൂ. 12ഓളം സബ് ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. അത്രയും പഠിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 5 മാർക്കാണ് കിട്ടുക. മെൻ്റൽ എബിലിറ്റിയൊക്കെ അതിൻ്റെ ആ ഒരു തിയറി സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് പ്രാക്ടീസ് ആയാൽ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ കിട്ടുന്ന സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. അടുത്തത് ഇംഗ്ലീഷിന് ടോട്ടൽ 10 മാർക്കാണ്. ഗ്രാമറിന് 5 മാർക്കും വൊക്കാബുലറിക്ക് 5 മാർക്ക് അങ്ങനെയാണ്. ഇതിൽ വരുന്ന സബ് ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് പഠിക്കുക. ഇതിൽ വൊക്കാബുലറിയിൽ വരുന്ന 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ഇഡിയംസ് ഒക്കെ നന്നായിട്ട് നോക്കുക, കാരണം അതൊക്കെ പെട്ടെന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത പ്രാദേശിക ഭാഷ മലയാളം. മലയാളം അല്ലേന്ന് വിചാരിച്ചിട്ട് പഠിക്കാതിരിക്കരുത്. മലയാളത്തിലാണ് നമുക്ക് പെട്ടെന്ന് തെറ്റിപ്പോവുക. അപ്പോൾ മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ നന്നായിട്ട് നോക്കുക, പ്രാക്ടീസ് ചെയ്തിട്ട് അത് നന്നായിട്ട് സ്കോർ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ സിലബസ് വരുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ ഒരു സിലബസ് പ്രിൻ്റ് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യുക. പ്രിൻ്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ച് പോകുന്നതിന് നമുക്ക് ടിക്കറ്റ് ഇട്ട് പോകാം. അപ്പോൾ അതൊരു സാറ്റിസ്ഫാക്ഷനാണ് കാണുമ്പോൾ.
അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സിലബസ് വരുന്നത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് കിട്ടും, അതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നോക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.